വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങിയ താരങ്ങൾ എന്നൊക്കെയാണ് പൊതുവെ സിനിമാ നടന്മാരെ നമ്മുടെ ആങ്കർമാരൊക്കെ വിശേഷിപ്പിക്കാറുള്ളത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ സിനിമയുടെ തലപ്പത്തിരിക്കുന്ന ഈ താരങ്ങളാണ് നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലെ കത്തി നിൽക്കുന്ന സൂര്യന്മാരും. കേരളത്തിന്റെ ബ്രാൻഡ് ഐക്കൺ, അംബാസിഡർ പോലെയൊക്കെയാണ് ഗവൺമെന്റ് വക സാംസ്കാരിക പരിപാടികൾക്കൊക്കെ ഇവർ മുഖ്യ അതിഥികളാകുന്നതും. ഇങ്ങനെയൊക്കെ കെട്ടിഘോഷിക്കുന്ന ഈ സാംസ്കാരിക നായകന്മാർക്ക് നടൻ, അഭിനയ പ്രതിഭ, സംവിധായകൻ എന്നതിനപ്പുറം ഈ വേഷം കെട്ടാനുള്ള അർഹതയുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു കഴിയുമ്പോൾ 100% ഉറപ്പിക്കാം ഇല്ല എന്ന്. സിനിമാ മേഖല ഏതാണ്ട് ജന്മി കുടിയാൻ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന്, അവിടെ മേലാളൻ, കീഴാളൻ, അടിമകളൊക്കെ ഉണ്ട് എന്ന്, സ്ത്രീകളെ ഇതേ ജന്മി മനസ്സോടെയാണ് കാണുന്നത് എന്ന്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ചറിയാൻ സർക്കാർ നിയോഗിച്ച സംവിധാനമാണ് ഹേമ കമ്മിറ്റി. WCC ആണ് ഇതിന് മുൻകൈയെടുത്തത്. ഈ ഒരു റിപ്പോർട്ട് എഴുതാൻ പലരോടും ഒന്ന് സംസാരിക്കാൻ തങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടിയെന്ന് ഗവൺമെന്റ് നിയമിച്ച ഇവർ തന്നെ പറയുമ്പോൾ മനസ്സിലാകും പരാതിപ്പെടുക എന്നത് ഈ സിനിമാ മേഖലയിൽ എത്രമാത്രം ദുഷ്കരമായ ഒന്നാണെന്ന്. സംഭവം എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ചർച്ചയായതിനാൽ അതിന്റെ ഉള്ളടക്കവും നിങ്ങൾ അറിഞ്ഞു കാണും. സ്ത്രീകൾ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ, സിനിമയിലെ മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, ഇവരൊക്കെ എത്ര പീഡനം അനുഭവിച്ചാണ് ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണിത്. അതുമാത്രമല്ല, സിനിമയ്ക്കുള്ളിലെ മാഫിയ, 15 അംഗ സംഘം, എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്തൽ, ഇതൊക്കെയും അറിഞ്ഞു കാണും. ഇതൊക്കെയും അറിഞ്ഞതിന് ശേഷമുള്ള മലയാളികളുടെ പ്രതികരണമാണ് ഈ വീഡിയോയുടെ വിഷയം. അതിനിടയ്ക്ക് ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഈ റിപ്പോർട്ട് വരുന്നതിന്റെ തലേ ദിവസം പോലും FBയിൽ ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു പോസ്റ്റ് കണ്ടിരുന്നു. പാർവതിക്ക് ഇപ്പോൾ സിനിമകളൊന്നുമില്ല, വീട്ടിലിരിക്കുകയാണ്, ആണുങ്ങളോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കും, വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ മമ്മൂട്ടിയെ ചൊറിയാൻ എന്ന സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു അത്. എന്തായാലും എനിക്ക് സന്തോഷമായി. അഹങ്കാരത്തിന് ഇങ്ങനെ തന്നെ വേണം എന്നും പോസ്റ്റിലുണ്ട്. അതായത് പാർവതിക്ക് മലയാള സിനിമയിൽ അവസരം കുറയുന്നുണ്ടെങ്കിൽ അത് ആണുങ്ങളോട് കളിച്ചതിന് ആണുങ്ങൾ മനഃപൂർവ്വം പണി കൊടുത്തത് കൊണ്ടാണെങ്കിൽ അത് ഈ എഴുതിയവന് പെരുത്തിഷ്ടമായി എന്ന്. ഇത് 1-2 പേരുടെ അഭിപ്രായ പ്രകടനമല്ല, ഒരുപാട് പേർക്ക് ഇതേ അഭിപ്രായമാണുള്ളത്. പ്രായമായ അമ്മച്ചിമാരാണ്, ജോലിയില്ലാതെ വീട്ടിലിരിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സംഘടനയിലെ സ്ത്രീകളെ നിരന്തരം കളിയാക്കുന്ന ഒരുപാട് പുരുഷ കേസരികളുണ്ട്. സ്വാഭാവികമായും ഇവരൊക്കെ ഈ അഹങ്കാരികളായ സ്ത്രീകൾ പണി കിട്ടി വീട്ടിലിരിപ്പാണ് എന്നോർത്ത് സന്തോഷിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. പണി കൊടുക്കുന്നതിൽ, അതായത് പണിയില്ലാതെ വീട്ടിലിരിപ്പിക്കുന്നതിൽ സിനിമാ രംഗത്തെ ചില പ്രമുഖർ മിടുക്കരാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞവർ ഇനി എന്ത് പറയും? എന്തായാലും ഓളത്തിനൊപ്പം നീന്തണമല്ലോ, അവർ പുതിയൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാനൊരു പോസ്റ്റ് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് പോസ്റ്റ്. ഞാനൊരു സിനിമ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞാനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നവർ മാത്രമേ സിനിമയിൽ വേണ്ടൂ എന്ന് ഞാൻ പറയുന്നു. ഇതിന് തയ്യാറുള്ളവർ സിനിമയിൽ അഭിനയിക്കുന്നു, ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇതിലൊരു തെറ്റുമില്ല. ഇത് ഗവൺമെന്റ് ജോബ് അല്ല, ഇത് പ്രൈവറ്റ് ജോബാണ്, ഗവൺമെന്റ് അല്ല. നിങ്ങളെ ആരും നിർബന്ധിച്ച് അഭിനയിപ്പിക്കുന്നില്ല. ഇതിന് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നോ പറയാം. ആരും നിങ്ങളെ ശല്യപ്പെടുത്തില്ല. അഥവാ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ സ്ത്രീകൾ തന്നെ സിനിമ നിർമ്മിക്കുക, നിങ്ങൾ തന്നെ സംവിധാനം ചെയ്യുക. സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണെന്ന് മനസ്സിലാക്കുക. ഞാൻ ശരിയുടെ നിയമമാണ് പറഞ്ഞത്, ഇവിടുത്തെ നിയമം എനിക്കറിയില്ല. തൊഴിലിടം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ കുറിച്ച് ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഇത്തരം ഒരുപാട് പേരുണ്ട്. ഞാനൊരു പ്രൈവറ്റ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ പിന്നെ അവിടെ എല്ലാ നിയമങ്ങളും ഞാൻ പറയുന്ന പോലെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരുതരം വെള്ളരിക്കാ പട്ടണമില്ലായി. ഇതിനെപ്പറ്റി ഞങ്ങൾ തന്നെ വിശദമായ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും പറയാൻ വയ്യ. നമുക്ക് വേറൊരു ടൈപ്പ് പ്രതികരണത്തിലേക്ക് പോകാം. സിനിമയിൽ ഇങ്ങനെയൊക്കെയാണെന്ന് പെണ്ണുങ്ങൾക്ക് അറിഞ്ഞൂടെ, പിന്നെ എന്തിനാണ് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്? വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്ന്. ഇതിനെയൊപ്പം ഞങ്ങൾക്കൊന്നും ഒരു ഞെട്ടലുമില്ല, സിനിമയിലെ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം എന്നൊരു കൂട്ടിച്ചേർക്കൽ കൂടിയുണ്ട്. സിനിമയിൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അത് മാറാനാണ് ഇപ്പൊ കുറെ പെണ്ണുങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. സർക്കാർ പൈസ മുടക്കി കമ്മിറ്റിയെ നിയമിച്ചത്. സിനിമയിലെ ആണുങ്ങൾ ജന്മികളാണ്, അത് അങ്ങനെ തന്നെ തുടരും. ഞങ്ങൾ ഇമാതിരി ഊള ആണുങ്ങളെ കണ്ട് കൈയടിക്കും. പെണ്ണുങ്ങൾ വേണ്ടിൽ വരണ്ട. അത് മാത്രമല്ല, ഈ പീഡനമൊക്കെ നടക്കുന്നത് ഞങ്ങൾക്കറിയാം. അതറിഞ്ഞു തന്നെയാണ് ഇത്തരം നടന്മാർക്ക് ഞങ്ങൾ കൈയടിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. എന്ത് തരം മനുഷ്യരാണവർ? അടുത്തത് വളരെ വേറിട്ടൊരു പ്രതികരണമാണ്. സിനിമാ മേഖല അല്ലെങ്കിലും കുഴപ്പം പിടിച്ച ഒന്നാണ്, സിനിമയെ നമുക്ക് വേണ്ട എന്നൊരു ലൈൻ. ഇതൊരു തരം സിനിമ ഹറാമാണ് എന്ന ടൈപ്പ് ചിന്തയാണ്. സിനിമ കൊള്ളില്ല എന്നല്ല എന്നും സിനിമയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ചിലർ, പ്രത്യേകിച്ച് ഈ മാഫിയ കൊള്ളില്ല എന്നാണ് കമ്മിറ്റി പറയുന്നതെന്നും സിനിമാ മേഖലയെ ഇല്ലാതാക്കലല്ല WCC പോലുള്ള സംഘടനകളുടെ ലക്ഷ്യമെന്നും ആരാണ് ഇവരോട് പറയുക? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ഡിസാസ്റ്റർ തന്നെ മനസ്സിൽ കണ്ട് ഒരു പ്രത്യേകതരം സന്തോഷം അനുഭവിക്കുന്നവരാണ് ഇത്തരം മൈൻഡ് സെറ്റ് ഉള്ളവർ. ഇനിയുള്ളത് ഈ ഒരു റിപ്പോർട്ടിനെ മുൻനിർത്തി സിനിമാ രംഗത്തെ അവിഹിത കഥകൾ പൊടിപ്പും തൊങ്ങലും ഇട്ട് യൂട്യൂബിലിട്ട് കാശുണ്ടാക്കുന്ന ചില വൃത്തികെട്ട ജന്മങ്ങളാണ്. സ്ത്രീകൾ ഒരുമിച്ച് നിന്ന് പോരാടി ഒരു കമ്മിറ്റി സർക്കാരിനെ കൊണ്ട് ഉണ്ടാക്കി സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന മുഖവരയോടെ ആ റിപ്പോർട്ട് സിനിമാ രംഗത്തെ പുരുഷാധിപത്യ പ്രവണതകൾ എണ്ണി കാട്ടുകയാണ്. റിപ്പോർട്ട് പൂർണ്ണമല്ല, പല ഭാഗങ്ങളും കട്ട് ചെയ്ത് നീക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് പ്രമുഖർ ഇപ്പോഴും ശക്തരാണ്. സ്ത്രീ പീഡകരും ക്ലാസിസം മനസ്സിലുള്ളവരും താഴേക്കിടയിൽ ജോലി ചെയ്യുന്നവരെ മനുഷ്യരായി കാണാത്തവരും പടച്ചുവിടുന്ന സിനിമകൾ ഏതാണ്, നല്ലവർ പടച്ചുവിടുന്ന സിനിമകൾ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ എല്ലാം ഒരുപോലെ കാണാനാണ് പ്രേക്ഷകരുടെ വിധി. ഇവരൊക്കെ ഇനിയും സാക്ഷര കേരളത്തിലെ, സാംസ്കാരിക കേരളത്തിലെ മിന്നുന്ന സൂര്യന്മാരായി വിലസും. അതിൽ നമ്മുടെ കോൺട്രിബ്യൂഷനും ഉണ്ടാകും. നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. സിനിമയ്ക്കകത്ത്
രംഗത്ത് കടുത്ത വിവേചനം, ചൂഷണം, സ്ത്രീ പീഡനം ഇതൊക്കെയുണ്ട്. എതിർക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള എല്ലാ ശ്രമവുമുണ്ട്. അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട് 4 വർഷം പുറം ലോകം കാണാതെ സൂക്ഷിക്കാനും ഈ പ്രമുഖർക്ക് കഴിഞ്ഞു. 4 വർഷം കൊണ്ട് പലതും സംഭവിക്കുമായിരുന്നു, ഉത്തരവാദിത്വമുള്ളവർ അതിന് ശ്രമിച്ചിരുന്നെങ്കിൽ. ഔദ്യോഗികമായി പരാതിപ്പെട്ടാൽ അവരെ സൈബർ ആക്രമണം നടത്തി ഇല്ലാതാക്കുന്ന സാഹചര്യം നിലവിലുള്ളപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം കേസെടുക്കാനാകില്ല എന്ന സ്റ്റാൻഡ് ഗവൺമെന്റ് എടുക്കുന്നത് കാണുമ്പോൾ അതിനോട് ഒരു രീതിയിലും യോജിക്കാൻ പറ്റുന്നില്ല. സ്ത്രീകളെ ചൂഷണം ചെയ്തവർ ഒരു കാലത്തും ശിക്ഷ കിട്ടാതെ താരങ്ങളായി വിലസുന്നത് ആരുടെ കഴിവുകേടാണ്? സ്വന്തം കരിയറും മനസ്സമാധാനവും ഇല്ലാതാക്കി കുറെ സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ അവർ വന്നിടത്തു നിന്നും മുന്നോട്ട് പോകാനെങ്കിലും സർക്കാർ ശ്രമിക്കേണ്ടേ? തൊഴിലിടങ്ങളിലെ ചൂഷണത്തെപ്പറ്റി കഥ എഴുതുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും താരങ്ങളാവുകയും ചെയ്തവർ തന്നെയല്ലേ ഇന്ന് ഈ ചൂഷണം ചെയ്യുന്നതും? മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇൻഡസ്ട്രിയിലെ താരരാജാക്കന്മാർ എന്നറിയപ്പെടുന്നവർ മലയാള സിനിമയിൽ മറ്റാരേക്കാളും സ്വാധീനമുള്ള ഈ രാജാക്കന്മാർ ഒന്നും മിണ്ടാത്തതെന്താണ്? എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണം ചില ഗുണങ്ങൾ ഓൾറെഡി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. സിനിമാ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇത്രയും വ്യാപകമായും തീവ്രമായും ഉണ്ട് എന്നത് ഈ റിപ്പോർട്ട് കാരണം പലർക്കും അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ചില സ്ത്രീകൾക്കെങ്കിലും അവർ നേരിട്ട ദുരനുഭവങ്ങൾ ധൈര്യത്തോടെ പറയാൻ കഴിയുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം ഈ റിപ്പോർട്ടിന്റെ എഫക്ട് മലയാള സിനിമയിൽ എത്രമാത്രം ശുദ്ധീകരണത്തിന് വഴിവെക്കുമെന്ന്.